വെടിനിർത്തൽ കരാറിന്റെ നിർണായകമായ കരട് രേഖ ഇസ്രായേലിനും ഹമാസിനും ഖത്തർ കൈമാറിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഘട്ടം ഘട്ടമായി ബന്ദികളെ കൈമാറുന്നതും സൈന്യത്തെ പിൻവലിക്കുന്നതുമായ നിർദ്ദേശങ്ങളാണ് കരാറിൽ ഉള്ളത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതിയായാണ് നീക്കങ്ങളെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. മൊസാദിന്റെ തലവനും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചർച്ചയെ തുടർന്നാണ് വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ അർദ്ധരാത്രി അമേരിക്കൻ, ഇസ്രായേൽ, ഹമാസ്, ഖത്തർ പ്രതിനിധികൾ പങ്കെടുത്ത് നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയായത്. ഈ ധാരണയാണ് ഇസ്രായേലിനും ഹമാസിനും കരട് രേഖയായി ഇപ്പോൾ ഖത്തർ കൈമാറിയതെന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. കരട് രേഖയ്ക്ക് മേൽ ഇരു രാജ്യങ്ങളുടെയും അന്തിമ തീരുമാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്താകും വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക. ട്രംപ് അധികാരമേൽക്കും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ശ്രമം. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കഴിഞ്ഞ ഞായറാഴ്ച ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുന്നതാണ് ഒരു നിർദ്ദേശം. ഇതിനോടൊപ്പം ബന്ദികളെ കൈമാറുന്നതും ഘട്ടം ഘട്ടമായി നടക്കും. ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല. USലെ നിലവിലെയും വരാനിരിക്കുന്നതുമായ ഭരണകൂടങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് മൊസാദ് തലവനെ അയച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബേത്തിന്റെ തലവൻ റോണൻ ബാർ, സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിറ്റ്സൺ അലോൺ എന്നിവരും സംഘത്തിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.